ഹലോ, അസ്സലാമലൈക്കും. ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോൾ എന്താണ് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് പോന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയണ്ടെന്നല്ലേ. നമുക്കിപ്പോഴാണല്ലോ ന്യൂ ഇയർ സ്റ്റാർട്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് 2 ഗ്ലാസ് നോർമൽ വാട്ടറൊക്കെ കുടിച്ചു. പിന്നെ ഇതാ ഇപ്പോൾ ഇത് വന്നിട്ട് ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് സോക്കാവട്ടെ എന്ന് കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നലെ ചെയ്യാത്ത കുറച്ച് പരിപാടികളുണ്ട്. അതെന്താ ചെയ്ത് തീർക്കാം. അപ്പോൾ എന്താ പറയണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ലായ്ക്ക് എല്ലായിടത്തും ഇങ്ങനെ കയറും ഇതാക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇനി ക്ലാസ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് നമ്മൾ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലേ നമുക്ക് എന്നും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അവന് അറിയും ഇതവിടെ ഉണ്ട് എന്ന്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതെന്തായാലും പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ട് ഞാൻ കുറേ നോക്കി. ഭംഗിയുള്ള ഗ്ലാസ് ജാറൊക്കെ ഞാൻ കണ്ടു, എനിക്ക് എടുക്കണം എന്നൊക്കെ തോന്നി. പക്ഷെ എടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ അതിൽ നിന്ന് മാറിയിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുമൊക്കെ ആയതാണ്. ഇങ്ങനൊരു ബോട്ടിലാണ്. ഇനി ഇത് കുഞ്ഞ് ഡെക്കോർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് ക്യൂട്ടാക്കി എടുക്കണം. പിന്നെ ഇത് വന്നിട്ട് കളർ പേപ്പേഴ്സാണ്. കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഈ ഒരു ബ്ലൂ, പിന്നെ നല്ല പിങ്ക്, പിന്നെ ഒരു വയലറ്റ്, പിന്നെ ഒരു ഗ്രീൻ. ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വന്നു പോകുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു ജാറിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വൈറ്റ് പേപ്പേഴ്സ് ആകുമ്പോൾ അത്ര ഭംഗി കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്തതാണ്. കുറച്ച് സ്ക്വയറാക്കി വെക്കണം, ഒരു 1 മന്തിനുള്ളത്. എനിക്കിനി 20 മതി, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചധികം വൈകിയതുകൊണ്ട് എനിക്ക് 30 പീസൊന്നും വേണ്ട. എന്നിട്ട് അതിങ്ങനെ പീസൊക്കെ വെച്ചിട്ട് ഡേറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും അതിൽ ഞാൻ കരുതുന്നത് നല്ലത് മാത്രമല്ല, നമുക്ക് അത്രയും സങ്കടം വന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത്രയും മിസ്റ്റേക്ക് വന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് റെഡി ആക്കണം എന്ന് തോന്നി അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് അടുത്ത വർഷം അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ വന്നിട്ട് ഇങ്ങനെയൊരു സംഭവമാണ്. ഇതെന്താന്ന് നിങ്ങളവിടെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. കുറ്റി അങ്ങനെ പല പേരും ഇതൊന്നും പറയും. മണി ബാങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ സേവ് ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആലോചിക്കും നമുക്ക് അത് എന്തിനാ വെറുതെ ഇതാക്കുന്നുണ്ട്. ഒരു സേവിങ് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ ഇതിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ ഈ വർഷം ഇപ്പോൾ ലായിക്കിനത് മനസ്സിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആകെ 1 വയസ്സ് 2-3 മാസമായിട്ടുള്ളൂ. അടുത്തൊരു വർഷം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാ കഴിയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ലായിക്കിനും അങ്ങനൊരു ശീലം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ നമുക്കൊന്ന് ഡെക്കോറൊക്കെ ചെയ്തിട്ട് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഡെക്കോർ ചെയ്യാനുള്ള ഐറ്റംസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ അല്ല, അതൊക്കെ തൂതിയിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഐറ്റംസ്. നമുക്ക് ചാർട്ടൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു പിങ്ക് ചാർട്ടിൽ 2025 എന്നൊക്കെ ഇട്ടിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മാത്രം പോരാ, എന്തെങ്കിലും ഒന്നുകൂടി നമുക്ക് പിങ്ക് ഗ്രീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അതിനു വേണ്ടി ചെറിയൊരു ഗ്രീൻ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. തിന്നായിട്ട് മതി കേട്ടോ. ഇനി കുറച്ച് തിക്കായിട്ട് മറ്റേതുണ്ടല്ലോ, അപ്പം ഇത് അതിലേറെ ഒന്നുകൂടി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുമ്പോൾ എന്താ എഴുതുക? ഫീഡ് മീ അല്ലെങ്കിൽ ഐ എം ഹംഗ്രി എന്നാണ്. ഫീഡ് മീ ഐ എം ഹംഗ്രി എന്നെഴുതാം. ബിക്കോസ്
നമ്മൾ അതിലെന്തെങ്കിലും ഇട്ട് കൊടുക്കാനല്ലോ വേണ്ടത്. അപ്പം നമ്മളതിനെ ഫീഡ് ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ. ഇതിൽ കൊള്ളണില്ല, നമുക്ക് വേറെ പേപ്പർ എടുക്കാം. നമുക്ക് ഈ ഒരു പിങ്ക് എടുക്കാം. നേരത്തെ പിങ്കാണല്ലോ എടുത്ത്. വൈറ്റ് എടുക്കാം. നമുക്ക് വൈറ്റ് നമുക്ക് ഈ ഒരു നോക്കുന്നൊരു വൈറ്റ് പേപ്പർ എടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തിട്ടൊരു വൈറ്റ് പേപ്പർ എടുക്കാം. ഇതിൽ നിന്നൊരു വൈറ്റ് പേപ്പർ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുന്നത്തെ അപ്പാർട്ട്മെൻറ്റിലെ ഗേറ്റ് തുറക്കണ സൗണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്യൂട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുമെല്ലാം എഴുതി കൊടുക്കണം. ഇനി ഇത് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. നല്ല ഭംഗിയായില്ലേ കാണാൻ? ലായ്ക്ക് കുറച്ചുകൂടി വലുതായിട്ട് ഒരു 1 year ഒക്കെ കഴിയേണ്ടി വരും ഇൻഷാല്ലാ. ലായ്ക്കിന് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ഇത് ബേബിയാണ്, ബേബിക്ക് വിശക്കുന്നുണ്ട്, വിശക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലായ്ക്ക് ഇങ്ങനെ ഇട്ട് തുടങ്ങുമായിരിക്കും, അറിയില്ല. നമ്മളോരോ ഹോപ്പാണ് എല്ലാം. ഞാനിത് ഡബിൾ ടാപ്പ് വെച്ചിട്ടാട്ടോ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഡബിൾ ടാപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുക്കുന്നുണ്ട്, കുഞ്ഞ് പീസ്. അത് ഈ ഒരു സൈഡിലും ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനിയുള്ള പരിപാടി ചാർട്ടുകൾ ഒരു 2-3 കളറൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2-3 കളർ ഓൾറെഡി ഇവിടെ ബ്ലൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിങ്കും ഈ ഒരു വയലറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്താൽ കേട്ടോ. ഭംഗിയുടെ കാണാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചില്ലാണ് ഈ ചാർട്ടുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടണേ. അപ്പോൾ ഇനി ഇതിലൊന്നെടുത്തിട്ട് ഞാൻ ഇന്നലത്തെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എഴുതുന്നത്. ഇന്നത്തെ ഞാൻ ഇൻഷാല്ല ഇന്നത്തെ ഡേ കഴിഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഇന്ന് നൈറ്റിലാണ് എഴുതണം. അപ്പോൾ ഇന്നലത്തേന് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ ഡേറ്റ് എടുത്തിട്ട് പിന്നെ ഇന്ന് എന്താ എഴുതുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. നാളെ മുതൽ കാണിച്ചു തരില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡേറ്റ് Jan 9th അല്ലേ ഇന്നലെ ഇത് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഇന്നലെയാണല്ലോ നമ്മൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തത്, അത് എഴുതാം നമുക്ക്. ഇതൊരു ഹാർട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ബോട്ടിലെടുത്തിട്ട് ഈ ലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. 4ആയിട്ട് ഇങ്ങനെ മടക്കി ബിസ്മില്ലാ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഈ ബോട്ടിലിനൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കാം അല്ലേ. പിന്നെ നേരത്തെ ചെയ്ത പോലെ കുറച്ച് പേപ്പേഴ്സും വെക്കാം. ഇവനൊന്ന് ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു പിങ്ക് പേപ്പർ ആയിക്കോട്ടെ.
ഈ ഒരു ക്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ക്യാപ്പിൽ ഒട്ടിച്ചാൽ ക്യാപ്പ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഊരുമ്പോഴും ചിലപ്പോൾ അത് ചിലപ്പോൾ പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒട്ടിക്കാം. കുഞ്ഞു പീസ് ഡബിൾ ടാപ്പ് എടുക്കുക, സെറ്റിൽ മാത്രം ആക്കിയിട്ട് രണ്ട് സൈഡ് ഫ്രീ ആക്കി വിട്ടിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഒരു ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് അന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടിരുന്ന സമയത്ത് തന്നെ മനസ്സിൽ കരുതിയതാണ് ജസ്റ്റ് സ്റ്റോറി ഡെല്ലാം ഇത് ചെയ്യണം. അങ്ങനെ ചെയ്തതാണ്. രണ്ടെണ്ണമാണ് അപ്പം ഇനി എൻ്റെ കൂടെ ഈ വർഷം ഉണ്ടാവുക ഇൻഷാ അള്ളാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ എന്താ പറയുക, നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.